അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുവാൻ സമയമായപ്പോൾ തൻ്റെ ശിഷ്യനായ എലീശ യജമാനനെ വിട്ടു പിരിയാതെ അവനെ അനുഗമിച്ചു. അങ്ങനെ അനുഗമിച്ച എലീശയ്ക്ക് ലഭിച്ച അനുഗ്രഹമാണ് ആത്മാവിൽ ഇരട്ടി പങ്ക്. ഇവിടത്തെ പ്രതിപാദ്യ വിഷയവും ഇതുതന്നെയാണ്. മനുഷ്യ സൃഷ്ടി മുതൽ ഇന്ന് വരെ മരണം കാണാതെ എടുക്കപ്പെട്ട 2 പഴയ നിയമ പ്രവാചകന്മാരിൽ ഒരാളാണ് ഏലിയ പ്രവാചകൻ. ഏലിയാവിൻ്റെ കഷ്ടത്തിലും നിന്ദയിലും ദുഃഖത്തിലും ശോധനയിലും പരിഹാസത്തിലുമെല്ലാം പ്രിയ ശിഷ്യനായ എലീശ അവനെ വിട്ടുപിരിയാതെ അനുഗമിച്ചു. അവൻ്റെ അപേക്ഷ പ്രകാരം തൻ്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് ഏലിയാവ് അവന് വാഗ്ദാനം ചെയ്തു. ഏലിയാവ് കർത്താവായ യേശുവിനും എലീശ കർത്താവിൻ്റെ സഭയ്ക്കും നിഴലായി പഠിക്കാവുന്നതാണ്. ഏലിയാവിനെ എലീശ പിൻഗമിച്ചതുപോലെ സഭ കർത്താവിനെ പ്രസാദിപ്പിച്ച് എപ്പോഴും അവനെ അനുഗമിക്കണം. ഏലിയാവ് എടുത്തുകൊള്ളപ്പെടുന്നത് എലീശ കണ്ടതിനാൽ അവൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി ശക്തിയാൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യുവാൻ അവന് കഴിഞ്ഞു. നമ്മുടെ കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച ആത്മശക്തിയാൽ നിറഞ്ഞു ജീവിക്കുന്നുവെങ്കിൽ ഇരട്ടി ആത്മാഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ നമുക്കും കഴിയും. കർത്താവായ യേശുക്രിസ്തു ദൈവപുത്രനായിരുന്നിട്ടും മനുഷ്യപുത്രനായി ഈ ഭൂമിയിൽ വന്നതിനാൽ അനേകം ശോധനകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. സാത്താൻ പല വിധത്തിൽ അവനെ പരീക്ഷിച്ചു. എന്നാൽ പരിശുദ്ധാത്മ ശക്തിയിലും ദൈവവചനത്താലും അവയെല്ലാം താൻ ജയിച്ചു. മാത്രമല്ല, മരണത്തെയും പാതാളത്തെയും ജയിച്ചു. നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറിയ യേശു ക്രിസ്തു നമുക്കൊരു മാതൃക കാണിച്ചു തന്നു. നാം അവൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരുന്നുവെങ്കിൽ യേശു ജയിച്ചതുപോലെ നമുക്കും ജയിക്കുവാൻ കഴിയും. നമ്മുടെ ആത്മാവിന് വിരോധമായി പോരാടുന്ന ലൗകികത, ജഡത്തിൻ്റെ ശക്തി, സാത്താന്യമായ പോരാട്ടങ്ങൾ, രോഗം എന്നിവയെ ജയിച്ച് കർത്താവിൻ്റെ രഹസ്യവരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ നാം പ്രാപിച്ചിരിക്കുന്ന ആത്മാഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് നമുക്ക് ആവശ്യമത്രേ. ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്നതിന് മുൻപ് 4 സ്ഥലങ്ങളിലൂടെ കടന്നു പോകണമായിരുന്നു. ഗിൽഗാൽ, ബഥേൽ, യെരിഹോ, യോർദാൻ. ഈ 4 സ്ഥലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന 4 ഘട്ടങ്ങളെ കാണിക്കുന്നു. ഏലിയാവ് കടന്നുപോയ 4 സ്ഥലങ്ങളിലൂടെയും എലീശ അവനെ അനുഗമിച്ചു. സ്വർഗീയ സിയോനിലേക്കും പുതിയ യെരുശലേമിലേക്കും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നാമും പ്രധാനമായും ഈ 4 അനുഭവങ്ങളിലൂടെ കടന്നു പോകണം. ഈ 4 സ്ഥലങ്ങളെയും 4 അനുഭവങ്ങളെയും ദൈവവചനത്തെ ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കാം. ആദ്യത്തേത് ഗിൽഗാൽ. ഈ പദത്തിന് ഉരുട്ടിക്കളയുക എന്നർത്ഥം. ഏലിയാവിനോടുകൂടെ എലീശ ഗിൽഗാലിൽ നിന്നും പുറപ്പെട്ടു. ഇസ്രായേലിന്റെ നിന്ന ഉരുട്ടിക്കളഞ്ഞ സ്ഥലമാണ് ഗിൽഗാൽ. ഇന്ന് ഞാൻ മിസ്രൈമിന്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു. യോശുവ 5:9 എന്ന് യഹോവ യോശുവയോട് അരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ഗിൽഗാൽ, ഉരുൾ എന്ന് പറഞ്ഞു വരുന്നു. ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ പലപ്പോഴും ദൈവത്തെ ദുഃഖിപ്പിച്ചതിനാൽ പല രാജ്യങ്ങളിലേക്കും അടിമകളായി പോകേണ്ടി വന്നു. മിസ്രൈമ്യ അടിമത്വത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനം കനാനിലെത്തുന്നതിന് മുൻപ് യോർദാൻ നദി കടക്കണമായിരുന്നു. യോർദാൻ കടന്ന ജനത്തെ യോശുവ 2ാമതും പരിച്ഛേദന ചെയ്തു. പരിച്ഛേദനയേറ്റ ജനത്തോടെയാണ് മിസ്രൈമിന്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തത്. മിസ്രൈമ്യ അടിമത്തം ഇസ്രായേൽ ജനത്തിന് നിന്നയായിരുന്നു. അതുപോലെ ദൈവതുല്യരായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപത്തിന് അടിമയായി തീരുന്നത് നിന്ദിക്കപ്പെട്ട അനുഭവമാണ്. ആ നിന്ന
യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണത്തിലൂടെ നീക്കപ്പെടുന്നു. ആകയാൽ ശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവത്തെ നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും സൂക്ഷിച്ചു കൊള്ളണം. ഗിൽഗാലിലെത്തിയ ജനത്തിന് പലവിധമായ പോരാട്ടങ്ങളുണ്ടായി. അവയെ ജയിക്കുവാൻ ദൈവം അവർക്ക് ചട്ടങ്ങളും പ്രമാണങ്ങളും നൽകി. യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപെട്ടകത്തിനു മുൻപിൽ രണ്ടായി പിരിഞ്ഞു. യോശുവ കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം 12 കല്ല് യോർദാന്റെ നടുവിൽ നിന്നെടുത്ത് തങ്ങൾ പാർത്ത സ്ഥലത്ത് കൊണ്ടുപോയി. യോർദാന്റെ നടുവിൽ നിയമപെട്ടകം ചുമന്ന പുരോഹിതന്മാർ നിന്ന സ്ഥലത്ത് യോശുവ 12 കല്ല് നാട്ടി. ഈ 12 കല്ല് അപ്പോസ്തലിക ഉപദേശത്തെ കാണിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം അപ്പോസ്തലിക ഉപദേശത്തിന്റെ പ്രഥമ പടിയാണ്. ആ അനുഭവം പ്രാപിക്കുന്നവരുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വെളിപ്പാട് 20:15. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ ഗിൽഗാലിലൂടെ നാം കടന്നു പോകണം. ശൗൽ സംഹരിക്കാത്ത ജീവനോടെ സൂക്ഷിച്ച അമാലേക്ക് രാജാവായ ആഗാഗിനെ ശമൂവേൽ പ്രവാചകൻ ഗിൽഗാലിൽ യഹോവയുടെ സന്നിധിയിൽ തുണ്ടം തുണ്ടമായി വെട്ടിക്കളഞ്ഞു. അമാലേക്ക് ജാതികളിൽ മുമ്പൻ. അമാലേക്ക് ജഡത്തെ കാണിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവുമാകുന്നു. ജഡത്തിന്റെ പ്രവൃത്തികളെ ആത്മാവിൽ മരിപ്പിക്കണം. ഗിൽഗാലിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ അമാലേക്കാകുന്ന ജഡശക്തിയെ നശിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. യോശുവ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് ശത്രു രാജാക്കന്മാരെ തോൽപ്പിച്ചു. രാജ്യത്വം പുതുക്കുന്ന സ്ഥലമാണ് ഗിൽഗാൽ. ദൈവം നമ്മെ പരിശുദ്ധാത്മാഭിഷേകത്താൽ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കിയിരിക്കുന്നു. ആകയാൽ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും നഷ്ടമാക്കരുത്. മിസ്രൈമിന്റെ നിന്ന നീക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ നാമനിമിത്തം നിന്ദകളും പീഡകളും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ദൈവത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ നിന്ദയും പരിഹാസവും നമുക്ക് അനുഗ്രഹമായും തേജസ്സായും മാറ്റപ്പെടും. യേശു ക്രൂശിൽ കിടക്കുമ്പോൾ അവനെ ക്രൂശിച്ച പടയാളികൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരും അവനെ പരിഹസിച്ചു. ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം അറിയാതെ യാതൊന്നും സംഭവിക്കുകയില്ല. നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത്. യെശയ്യാവ് 51:7 എന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി പല നിന്ദകളും ദൂഷണങ്ങളും സഹിച്ചു. യേശുവിന്റെ മണവാട്ടിയായി തീരുവാൻ അവന്റെ കാൽച്ചുവട് പിന്തുടരുന്ന നാമും പലപ്പോഴും പലരായും നിന്ദയും ദൂഷണവും സഹിക്കേണ്ടി വരും. അതിനായി തന്നെ സമർപ്പിക്കുന്നവർക്ക് അത് സഹിക്കുവാനുള്ള കൃപ കർത്താവ് നൽകും. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണു. സങ്കീർത്തനം 69:9, റോമ 15:8 എന്ന് എഴുതിയിരിക്കുന്നു. ബഥേൽ. ബഥേൽ എന്ന പദത്തിന്റെ അർത്ഥം ദൈവം വസിക്കുന്ന സ്ഥലം എന്നാണ്. ബഥേലിൽ പാർക്കുവാൻ വിവിധ അനുഭവങ്ങൾ ആവശ്യമാണ്. ശുദ്ധീകരിക്കപ്പെടണം. പഴയ വസ്ത്രം നീക്കി പുതിയ വസ്ത്രം ധരിക്കണം. അന്യ ദൈവങ്ങളെ നീക്കിക്കളയണം. ദൈവം പ്രത്യക്ഷപ്പെടുന്ന സ്ഥലമാണ് ബഥേൽ. ദൈവം യാക്കോബിന് അവിടെ പ്രത്യക്ഷനായി. അവിടെ വെച്ച് ദൈവം അവനോട് സംസാരിച്ചു. ആകയാൽ യാക്കോബ് ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. ന്യായപാലനം ചെയ്യുന്ന സ്ഥലമാണത്. ബഥേൽ ദൈവത്തോടുകൂടെ വസിക്കുന്നവർക്ക് ഉപദേശം ലഭിക്കുന്നു. എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് യേശു പറഞ്ഞുവല്ലോ. ആകയാൽ ദൈവം വസിക്കുന്ന സ്ഥലമായ ബഥേലിനെ പ്രാർത്ഥനാലയം എന്ന് വിളിക്കാം. അവിടെ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയും. തീരുമാനം ചെയ്യേണ്ടതും നേർച്ച നേരേണ്ടതും പ്രതിഷ്ഠയെ പുതുക്കേണ്ടതും ബഥേലിൽ വെച്ച് തന്നെ. ബഥേൽ പുതിയ നിയമസഭയ്ക്ക് നിഴൽ. പരിശുദ്ധാത്മാവിനാൽ പെന്തക്കോസ്ത് നാളിൽ സഭ രൂപീകൃതമായി. ബഥേലിന്റെ അനുഭവത്തിലൂടെ മാത്രമേ കർത്താവിന്റെ സഭ മണവാട്ടിയായി എടുക്കപ്പെടുകയുള്ളൂ. യെരിഹോ. യെരിഹോ എന്ന പദത്തിന്റെ അർത്ഥം ചന്ദ്ര നഗരം. ഇതിനെ ഈന്ത നഗരം എന്നും ആവർത്തനം 34 പറഞ്ഞിരിക്കുന്നു. മാധുര്യമേറിയ അനുഭവം ഈ സ്ഥലത്തുണ്ടായിരുന്നത് കൊണ്ടായിരിക്കണം ഈന്ത നഗരമെന്ന് അറിയപ്പെട്ടിരുന്നത്. നീതിമാൻ പന പോലെ തഴയ്ക്കും,
ഈന്തപ്പഴം മധുരമുള്ളതാണല്ലോ. യെരിഹോ ഒരിക്കൽ ചന്ദ്രനെ പോലെ സകലർക്കും വെളിച്ചം നൽകുന്നതായിരുന്നു. ചന്ദ്രൻ വിശ്വസ്തതയെ കാണിക്കുന്നു. യെരിഹോ ദൈവ സാന്നിധ്യമുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. യേശുവിനെ കാണാൻ കാട്ടത്തിന്മേൽ കയറിയ സക്കായിയുടെ സ്ഥലമാണ് യെരിഹോ. എന്നാൽ പാപത്താൽ യെരിഹോവിലെ ദൈവ സാന്നിധ്യവും പ്രകാശവും നഷ്ടമായി. മാധുര്യം നൽകിക്കൊണ്ടിരുന്ന ഈന്തപ്പന ഉണങ്ങിപ്പോയി. ആകയാൽ ആനന്ദം മനുഷ്യനെ വിട്ടു നീങ്ങിപ്പോയി. യെരിഹോ മതിൽ തെറ്റായ സങ്കല്പങ്ങളെയും ചിന്താഗതികളെയും കാണിക്കുന്നു. സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ശക്തിയാൽ ഈ കോട്ട തകരപ്പെടുന്നു. നാം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ തെറ്റായ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും നീങ്ങിപ്പോകുന്നു. നമ്മുടെ ഹൃദയ വിചാരങ്ങളും നിരൂപണങ്ങളും ശുദ്ധീകരിക്കപ്പെട്ട് നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിത്തീരുന്നു. നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. 1 കൊരിന്ത്യർ 2:16. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ആമത്തിൽ കിടക്കുമ്പോൾ അർദ്ധരാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിച്ചു, ആത്മാവിൽ സന്തോഷിച്ചു. അപ്പോൾ വലിയ ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. അവരുടെ ബന്ധനം അഴിഞ്ഞു വീണു. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷ പ്രാപിക്കുവാൻ ഇത് കാരണമായി. ഹൃദയശുദ്ധിയില്ലാത്തവർക്ക് വാസ്തവമായി ദൈവത്തെ സ്തുതിപ്പാൻ സാധ്യമല്ല. ഗിൽഗാലിൽ നിന്ന് യാത്ര പുറപ്പെട്ട ഏലിയ പ്രവാചകൻ ബഥേലിലൂടെ യെരിഹോവിലെത്തി. ഗിൽഗാലിൽ മിസ്രൈമ്യ നിന്ന നീക്കിക്കളഞ്ഞ ഇസ്രായേൽ ജനം ബഥേലിൽ ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തോടുകൂടെ വസിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവവചനത്താലും പരിശുദ്ധാത്മ ശക്തിയാലും ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തോടുകൂടെ വസിക്കുന്ന ദൈവജനം ആത്മാവിൽ ആനന്ദം അനുഭവിക്കുന്നു. എന്നാൽ ദൈവസാമീപ്യം കുറയുമ്പോൾ പലവിധ ചിന്തകളാൽ സാത്താൻ മനസ്സിനെ മലിനമാക്കുവാൻ ശ്രമിക്കുന്നു. ബാഹ്യ പ്രകടനങ്ങൾ ദൈവമക്കളുടേതുപോലെ ആയിരിക്കും, എന്നാൽ മനസ്സ് വിവിധ ചിന്തകളാൽ മലിനപ്പെട്ടതുമായിരിക്കും. ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നവരിൽ പലരും ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായിത്തീരും എന്ന് വിശുദ്ധ പൗലോസ് അന്ത്യകാല ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എലീശ യെരിഹോവിലായിരിക്കുമ്പോൾ പട്ടണം മനോഹരമായിരുന്നു. എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശവുമാകുന്നു എന്ന് കണ്ട് എലീശ ഒരു പുതിയ തളികയുമായി നീരുറവിനരികെ ചെന്ന് ഉപ്പിട്ടപ്പോൾ അത് പഥ്യമായി തീർന്നു. നമ്മുടെ ഹൃദയവും മനസ്സും പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ എല്ലാ ശാപദോഷങ്ങളും നീക്കപ്പെട്ട് സ്വർഗീയ അനുഗ്രഹങ്ങളാൽ നിറയപ്പെടുന്നു. യോർദാൻ. ഏലിയാവും എലീശയും യെരിഹോവിൽ നിന്ന് പുറപ്പെട്ട് യോർദാങ്കലെത്തി. യോർദാൻ നദി കടന്ന് അക്കരെ എത്തിയ ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിക്കുന്നു. ആ ചോദ്യത്തിന്റെ മറുപടിയാണ് നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്നത്. അതിനുത്തരമായ ഏലിയാവ്, ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുന്നത് നീ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും എന്ന് പറയുന്നു. അപ്പോൾ തന്നെ അഗ്നിയശ്വങ്ങളും അഗ്നിരഥങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ച് ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുത്തു. പിന്നെ എലീശ ഏലിയാവിൽ നിന്ന് വീണ പുതപ്പെടുത്ത് മടങ്ങിച്ചെന്ന് യോർദാൻ അരികെ നിന്നു. പുതപ്പെടുത്ത് യോർദാനിലെ വെള്ളത്തെ അടിച്ചപ്പോൾ അത് രണ്ടായി പിരിഞ്ഞു. എലീശ ഇക്കരെ കടന്നു. യോർദാൻ കഷ്ടതയെയും പരിശുദ്ധാത്മാഭിഷേകത്തെയും കാണിക്കുന്നു. പരിശുദ്ധാത്മാഭിഷേകം കർത്താവിൽ വരവിനായി നമ്മെ ഒരുക്കുന്നു. പുതിയ നിയമസഭയെ ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. യോർദാൻ എല്ലായ്പ്പോഴും കവിഞ്ഞൊഴുകുന്ന നദിയാണല്ലോ. ആയതുപോലെ ഒരു ദൈവ പൈതൽ എല്ലായ്പ്പോഴും അഭിഷേകത്താൽ നിറഞ്ഞു കവിയുന്ന അനുഭവത്തിൽ ജീവിക്കണം. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവർക്ക് ആർക്കും തന്നെ ക്രിസ്തുവിന്റെ മണവാട്ടിയായി തീരുവാൻ സാധ്യമല്ല. 46-ാം സങ്കീർത്തനത്തിൽ ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതികാലത്ത് തന്നെ അതിനെ സഹായിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്ന ഒരു ദൈവ പൈതലിന് നദിയിൽ നീന്തി കളിച്ച് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഭവം ഉണ്ടാകുന്നു. ആത്മാവിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയുടെ കഷ്ടങ്ങളിൽ ദൈവം അടുത്ത തുണയായിരിക്കും. കഷ്ടങ്ങളോ പരിശോധനകളോ എന്തു തന്നെ നേരിട്ടാലും
അവരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും വേർപിരിപ്പാൻ സാധ്യമല്ല. യോർദാൻ കടന്നെങ്കിൽ മാത്രമേ സ്വർഗീയ കനാൻ അവകാശമാക്കുവാൻ കഴിയുകയുള്ളൂ. നാം അതിനായി വാഞ്ചിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകത്തെ അനുദിനം നമ്മിൽ സമൃദ്ധമായി പകർന്നു തരും. യോർദാൻ കടക്കുമ്പോൾ കനാനിലെ 7 ജാതികളെയും 31 രാജാക്കന്മാരെയും ജയിച്ച് കനാൻ സ്വന്തമാക്കുവാൻ കഴിയും. നിയമപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ യോർദാൻ നദിയിൽ ചവിട്ടിയപ്പോൾ യോർദാൻ 2ആയി പിരിഞ്ഞു. അവർ 12 കല്ലെടുത്ത് യോർദാന്റെ നടുവിൽ നാട്ടി. അവിടെ നിന്ന് 12 കല്ലെടുത്ത് ഗിൽഗാലിലും നാട്ടി. ഇത് തലമുറകൾ കാണേണ്ടതിന് ദൈവകൽപ്പന പ്രകാരം അവർ അങ്ങനെ ചെയ്തു. 12 കല്ല് അപ്പോസ്തലന്മാരെയും അപ്പോസ്തലിക ഉപദേശത്തെയും കാണിക്കുന്നു. ഇത് അപ്പോസ്തലിക ഉപദേശപ്രകാരം അപ്പോസ്തലിക കൂട്ടായ്മയിൽ നിലനിന്ന് ക്രിസ്തുവിന്റെ സമ്പൂർണതയിലേക്ക് വളരുന്നതിനെ കാണിക്കുന്നു. ഏലിയാവ് ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് ബഥേൽ, യെരിഹോ, യോർദാൻ എന്നീ സ്ഥലങ്ങളിലൂടെ കടന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. 4 സ്ഥലങ്ങളിലും 4 വിധത്തിലുള്ള അനുഭവങ്ങളായിരുന്നു. അതുപോലെ സിയോനായും പുതിയ യെരുശലേമായും വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ഈ 4 വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയി സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ ആ വിശുദ്ധ നഗരം അവകാശമാക്കണം. നാം പ്രാപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഇരട്ടി ശക്തിയാൽ കൃപമേൽ കൃപ പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ നമുക്കും ഒരുങ്ങാം.